അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹൈലതി അദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോ അനക്കവും അടക്കവും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിൻ്റെ വളരെ പവിത്രമാക്കപ്പെട്ട രാവുകളും പകലുകളും നമ്മളിലൂടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ അവസാനത്തെ പത്തുകളിലെ ആ ഒരു പ്രധാനമർഹിക്കുന്ന വളരെ മഹത്വമുള്ള ലൈലത്തുൽ ഖദ്റിൻ്റെ രാവുകളെ നമ്മൾ എല്ലാ ഒറ്റയിട്ട രാവുകളിൽ മാത്രമല്ല, റമളാൻ്റെ അവസാനത്തെ പത്തിലൊക്കെയും പ്രതീക്ഷിക്കണം എന്നുള്ള ഇടത്താണല്ലോ ഹദീസ് ഉള്ളത്. ഭൂരിഭാഗം ഹദീസുകളും അങ്ങനെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അതിന് അവസരം വേണം. പ്രിയപ്പെട്ടവരെ, ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു രാവ്, അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഇന്നല്ലാഹു തആല വഹബലി ഉമ്മത്തി ലൈലത്തുൽ ഖദ്രി വലം യൂതിഹ മൻ കാന ഖബലു. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളെ മുൻഗാമികളായ ആളുകൾക്ക് അങ്ങനത്തെ ഒരു രാവിനന്ന് കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ രാവിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തുടങ്ങിയത് എന്നർത്ഥം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന ആ രാവിലാണ് നാം ഖുർആനിനെ അവതരിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിനെ പറ്റി മുഫസ്സിറുകൾ, പ്രത്യേകിച്ച് ഇമാം ബൈളാവി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നത്, ഒന്നെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അതാവിൻ്റെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെ അവതരണം തുടങ്ങിയത്, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമളാനിലാണ്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാവാം, ലൈലത്തുൽ ഖദ്ർ എന്ന രാവിൽ അല്ലാഹു തആല അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു. പിന്നീട് ഒന്നാം ആകാശത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 വർഷം കൊണ്ട് അല്പാൽപമായി വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഇറക്കിക്കൊടുത്തു എന്നതാവാം ഇതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ ഒരു രാവ്, അതിലെല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്ന ഒരു അവാർഡ്. മിൻ കുല്ലി അംർ എന്നാണല്ലോ സൂറത്തുൽ ഖദ്റിൽ അള്ളാഹു പറഞ്ഞത്. ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് സൂറത്തു ദുഹാനിലും അള്ളാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാവിന് ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം അതിൻ്റെ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം അത് ആ രാവിൻ്റെ അവസാനം വരെ, അഥവാ പിറ്റേന്ന് സുബഹി വരെയുള്ള സമയങ്ങളിലൊക്കെ അത് രക്ഷയാണ്. കാരണം ആ രാവിൽ അല്ലാഹു തആല നല്ലതല്ലാതെ സലാമത്തുള്ളതല്ലാതെ അല്ലാഹു സലാമത്തല്ലാതെ അല്ലാഹു തആല ഈ രാവിൽ അല്ലാഹു കണക്കാക്കുകയില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അല്ലാത്ത രാവിലോ അതിൽ സലാമത്തും അള്ളാഹു കണക്കാക്കുന്നുണ്ട്,
ബലാവും അള്ളാഹു കണക്കാക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ഇശാഇൻ്റെ ദുആയിൽ നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ ഹ്ഫദനാ ഫീ ദുൽമത്തിൽ ലൈലി കമാ ഹഫിൽതനാ ഫീ ദൗഇൻ നഹാർ വസ്രിഫ് അന്നാ ബലാഅൽ ലൈലി കമാ സറഫ്ത അന്നാ ബലാഅൻ നഹാർ. രാത്രിയുടെ ആ ഇരുട്ടിലുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേ, ഞങ്ങളെ കാക്കണേ എന്നുള്ളതാണ്. പകലിൻ്റെ വെളിച്ചത്തിൽ നീ ഞങ്ങളെ കാത്തതുപോലെ രാത്രിയുടെ ഇരുളിലും ഞങ്ങളെ നീ കാത്തോളണം റബ്ബേ. രാത്രിയുടെ ബലായി ഞങ്ങളിൽ തട്ടിമാറ്റണേ അല്ലാ. പകലിൻ്റെ ബലായിനെ തൊട്ട് ഞങ്ങളെ നീ തിരിച്ചതുപോലെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്ന ആ ദുആൻ്റെ ഒരർത്ഥം ഇങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാത്ത രാവുകളിൽ ഷർറായതും അള്ളാഹ് കണക്കാക്കും, നല്ലതും അള്ളാഹ് കണക്കാക്കും. ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ അള്ളാഹു നല്ലത് മാത്രമേ കണക്കാക്കുകയുള്ളൂ എന്നാണ് സലാമുൻ എന്ന് സൂറത്തുൽ ഖദറിൽ അള്ളാഹു ആയത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ലൈലത്തുൽ ഖദർ എന്ന് പേര് വെക്കാനുള്ള കാരണം വേറൊരു മുഫസ്സിർ രേഖപ്പെടുത്തുന്നത് ലിഅന്ന ഫിയാ തഖ്ദീറുൽ ഉമൂരി വൽ അഹ്കാമി വൽ അർസാഖി വൽ ആജാലി. നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വിധികൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ അവധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അത് അല്ലാഹു തആല അത് കണക്കാക്കും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. വേറൊരു തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, അല്ലാഹു തആല ഇതൊക്കെ കണക്കാക്കി കാരുണ്യത്തിൻ്റെയും ശിക്ഷയുടെയും ഒക്കെ രേഖ ജിബ്രീൽ അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു സമർപ്പിക്കുന്നു. അതുപോലെ സസ്യങ്ങൾ, ചെടികൾ, ഭക്ഷണ കാര്യങ്ങൾ ഒക്കെ മീക്കായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുന്നു. അതുപോലെ മഴ, കാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കും. അതുപോലെ ആളുകളുടെ മരണവും ആളുകളുടെ അവധിയും ഈ കാര്യങ്ങളൊക്കെയും അസ്രായീൽ അലൈഹിസ്സലാമിനെയും അല്ലാഹു ഏൽപ്പിക്കുന്നു. കാരണം ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. ഈ ആയത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. എന്തിനാണ് അല്ലാഹു തആല മലക്കുകളെ ഇറക്കുന്നത്? ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് മലക്കുകളെ തന്നെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അന്ന് മലക്കുകൾ ഇറങ്ങി വരും, റൂഹു ആത്മാവും ഇറങ്ങി വരും. ഒന്നെങ്കിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ ആ റൂഹ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഈ മലക്കുകളൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ റൂഹ് കാരണം ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞതാണ്. എന്തിനാണ് അല്ലാഹു തആല മലക്കുകളെ ഇറക്കുന്നത്? കാരണം മലക്കുകൾ എന്ന് പറയുന്നവർ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആ കാര്യം അല്ലാഹു തീരുമാനിച്ചപ്പോൾ മലക്കുകളോടൊന്ന് കൂടിയാലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയാക്കുന്നുണ്ട് മലക്കുകളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അത്തജ്അലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അല്ലാഹു എന്തിന് കുഴപ്പവും ഫസാദും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ ഭൂമിയിലേക്ക് പറഞ്ഞേക്കണം? ഞങ്ങളുണ്ടല്ലോ നിനക്ക് തസ്ബീഹ് ചെല്ലാൻ, നിനക്ക് ഹംദ് ചെയ്യാൻ, നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, കാല ഇന്നി അയലമു മാല തഅലമു, നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അറിയും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫനസലു യുസല്ലിമൂന അലൈഹിം, അവരെല്ലാവരും ഈ മുഅ്മിനീങ്ങളായ ആളുകൾ അടുക്കൽ വരും. യദ്ഊന, അവർ ദുആ ചെയ്യും. വയസ്തഗ്ഫിറൂന ലഹും, അവർക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പൊറുക്കലിനത്തോടും. ഇങ്ങനെ ഈ ഒരു മഹത്തായ രാവിൻ്റെ ആ ഒരു പുണ്യം ഇതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മളാ കാര്യം ഗൗരവമായിട്ട് തന്നെ ഈ രാവിൻ്റെ മഹത്വത്തെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ആകാശത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്. മാമിൻ അബ്ദിൻ യുസല്ലി ഫിഹാ ഇല്ലാ ജഅലല്ലാഹു ലഹു ബികുല്ലി തക്ബീറാ, ഏതൊരു മുഅ്മിനായൊരു മനുഷ്യൻ അന്ന് തക്ബീർ ചൊല്ലുന്നുണ്ടോ എന്നാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മരം അവൻ നടും. ഏത് മരാണ്? ലൗ സാറ റാകിബു ഫീ ദില്ലിയാ മിഅതു ആമിൻ ലാ യഖ്തഉഹാ,
100 കൊല്ലം ഒരു കുതിര സവാരിക്കാരൻ അതിൻ്റെ തണലിലൂടെ നടന്നാൽ അതിൻ്റെ അറ്റത്തെത്താൻ കഴിയൂല. അത്ര വിശാലമായ മരം, അതിൻ്റെ തണൽ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അത് കാണാനും അതിൽ സ്വർഗത്തിൽ താമസിക്കാനും തൗഫീക്ക് നൽകിയാലും ഗ്രഹിക്കട്ടെ. അതുപോലെ അന്ന് നിസ്കരിക്കുന്ന ഓരോ റക്അത്തിനും മുത്തിനാലും മാണിക്യത്തിനാലും പച്ചമരതകത്തിനാലും അതുപോലെ രത്നത്താലുമുള്ള ഒരു വീട് അല്ലാഹു തആല അവനിക്ക് പണിയും. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ വബികുല്ലി ആയത്തിൻ മിൻ ഖിറാഅത്തി ഫി സ്വലാത്തി താബൻ ബിൽ ജന്ന. അല്ലാഹു തആല അവന് ഓതുന്ന ഒരു ആയത്ത്, ആ ആയത്തിൻ്റെ കാരണം കൊണ്ട് സ്വർഗത്തിലെ പദവി, സ്വർഗത്തിൽ അല്ലാഹുവിനെ താമസിപ്പിക്കും. സ്വർഗത്തിൽ ഒരു കിരീടം, താജം മിനൽ ഫിൽ ജന്ന, ഒരു കിരീടം അല്ലാഹു തആല അണിക്കും. താജന കിരീടം, ഒരു കിരീടം അല്ലാഹു തആല അണിക്കും. എന്താ കാരണം? ഒരായത്ത് ഓതിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ ആയത്ത് നമ്മൾ ഓതുന്നുണ്ട് ഖുർആനിൽ നോക്കിയിട്ടും അല്ലാതെയും. അപ്പോൾ അതിനൊക്കെ എത്രയോ പ്രതിഫലമാണ്. അതുപോലെ സ്വർഗത്തിലെ ഓരോ ഇവിടുന്ന് ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, ഒരായത്ത് ഓതിയാൽ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു ധർമ്മം കൊടുത്താൽ എത്രയോ പ്രതിഫലമാണ് അല്ലാഹു തആല ഈ ഭൂമിലോകത്തേക്ക് ഈ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാവരും നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. വിനയത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.